ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ പറഞ്ഞു വന്നത് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് ലിറ്റററി ഫോംസ് എന്ന ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ യൂണിറ്റ്, അതായത് ഫിക്ഷൻ ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന മൂന്നാമത്തെ യൂണിറ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രമാറ്റിസ്റ്റിൻ്റെയും നോവലിസ്റ്റിൻ്റെയും കലാസൃഷ്ടിയിലുള്ള വ്യത്യാസങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. Though the elements of the novel and drama are identical, the novelist and the dramatist work under very dissimilar conditions and for this reason have to manipulate their material in dissimilar ways. അതായത് നോവലിൻ്റെയും ഡ്രാമയുടെയും ഘടകങ്ങളൊക്കെ സെയിം തന്നെയാണ്, പക്ഷെ എന്നാലും രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കണ്ടീഷൻസിലാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ദ മോഡേൺ നോവൽ ഈസ് റിട്ടൺ ടു ബി റെഡ്, ദ ഡ്രാമ ഈസ് ഡിസൈൻഡ് ഫോർ representation by actors whom the narrative and the dialogue are distributed. അതായത് നോവല് വായിക്കപ്പെടാനുള്ളതും ഡ്രാമ സ്റ്റേജിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള വേണ്ടിയിട്ടുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എലിമെൻറ്റ്സ് ഒന്നാണെങ്കിലും അതിൻ്റെ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ രണ്ടും വളരെ വ്യത്യാസമുള്ള രീതികളാണ്. The novel relates and reports while the drama imitates action and speech. നോവൽ എന്ന് പറയുന്നത് ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഡ്രാമ എന്ന് പറയുന്നത് ആക്ഷൻ വഴിയും സ്പീച്ചിലൂടെയും, അതായത് അഭിനയത്തിലൂടെയാണ് ഡ്രാമ സക്സസ്സിലെത്തുന്നത്. ദ നോവൽ ഈസ് സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറഞ്ഞാൽ നോവല് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു കലാസൃഷ്ടിയാണ് നോവൽ. ദാറ്റ് ഈസ് to provide within its own compass everything that the writer deemed necessary for the comprehension and enjoyment of his work. അതായത് നോവലിൻ്റെ ആസ്വാദനം എങ്ങനെയാണ് വായനക്കാരനിൽ ഉണ്ടാവേണ്ടത് എന്നതിനെ പറ്റി നോവലിസ്റ്റ് ചില കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഡീംഡ്, DEEMED എന്ന് പറഞ്ഞാൽ കൽപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ അതൊക്കെ തന്നെയും ഈ ഒറ്റ നോവലിനകത്ത് അടക്കി വെച്ചിട്ടുണ്ട്. ദ ഡ്രാമ ഓൺ ദ അതർ ഹാൻഡ് ഈസ് നോട്ട് ഇൻ ദിസ് സെൻസ് സെൽഫ് കണ്ടെയ്ൻഡ്. എന്നാൽ നാടകം ഈ ഒരു രീതിയിൽ സെൽഫ് കണ്ടെയ്ൻഡ് അല്ല, അതായത് എല്ലാം ഒറ്റയടിക്ക് അടങ്ങി ഇരിക്കുന്നതല്ല ഡ്രാമ. ഇറ്റ് ഇംപ്ലൈസ് എവ്രിവെയർ ദ കോപ്പറേഷൻ ഓഫ് എലിമെൻറ്റ്സ് ഔട്ട്സൈഡ് ഇറ്റ് സെൽഫ്. അതായത് ഡ്രാമ സക്സസ്സിൽ എത്തണമെങ്കിൽ അതിന് ചുറ്റുമുള്ള മറ്റ് പല ഘടകങ്ങളും ഒരുമിച്ച് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ടതുണ്ട്. Thus the drama depends much on stage setting. അതായത് ഡ്രാമ പ്രധാനമായിട്ടും സ്റ്റേജ് സെറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. The novelist enjoys almost absolute freedom as to the length of his work and therefore as to the amount of material that may go into its composition. അതായത് നോവലിസ്റ്റിന് വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്. നോവൽ എഴുതുമ്പോൾ വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്. അറ്റ് ബോത്ത് പോയിന്റ്സ് ദ ഡ്രമാറ്റിസ്റ്റ് ഈസ് സബ്ജക്റ്റ് ടു റെസ്ട്രിക്ഷൻസ്. എന്നാൽ നാടകകൃത്തിനാണെങ്കിൽ ധാരാളം റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ധാരാളം ലിമിറ്റേഷൻസും നിയന്ത്രണങ്ങളും ഉണ്ട്. എ നോവൽ ഈസ് ഡിസൈൻ ടു ബി റെഡ് ത്രൂ അറ്റ് എ സിംഗിൾ സിറ്റിംഗ്. അതായത് ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു കലാസൃഷ്ടിയാണ് നോവൽ. The only requirement it has to meet is that its interest shall be so sustained as to prompt a return to it what the occasion offers. അതായത് നോവലിനുള്ള ഒരു സൗകര്യം എന്താണെന്ന് പറഞ്ഞാൽ വായനക്കാരന് ആവശ്യമുള്ള സമയത്തൊക്കെ നോവൽ റെഫർ ചെയ്ത് നോക്കാൻ പറ്റും. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ് ഡ്രാമയിൽ എന്താണ് സംഭവിക്കുന്നത്? എ പ്ലേ ഓൺ ദ അതർ ഹാൻഡ് is intended in Aristotle phrase for a single hearing, and as the physical endurances of the spectator is limited, and as when the limit is once reached, even the most engrossing scenes
will fail to arrest the flagging of attention. അതായത് നോവല് വേണമെങ്കിൽ വായനക്കാരന് വീണ്ടും വീണ്ടും എടുത്ത് റെഫർ ചെയ്ത് നോക്കാം. എന്നാൽ ഡ്രാമ എന്ന് പറയുന്നത് ആസ്വാദകൻ ഒറ്റ ഇരിപ്പിന് പോയി കണ്ടിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീണ്ടും അത് റെഫർ ചെയ്ത് നോക്കാനുള്ള ഒരു സൗകര്യം ഡ്രാമയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ എൻഗ്രോസിങ് ആയിട്ടുള്ള സീനുകൾ, അതായത് വളരെ ഡെപ്തുള്ള സീനുകൾ പോലും അതിൻ്റെ ഈ നാടകകൃത്ത് ഉദ്ദേശിക്കുന്ന ഒരു പ്രാധാന്യം പലപ്പോഴും അതിന് കിട്ടാതെ പോകാറുണ്ട് നാടകത്തിൽ. അടുത്ത പോയിന്റ്, റിലേറ്റീവ് ബ്രെവിറ്റി ഈസ് എ ഫസ്റ്റ് പ്രാക്ടിക്കൽ ലോ ഓഫ് ഡ്രാമാറ്റിക് ബീയിങ്. ഡ്രാമയിൽ ഒരു ഡ്രാമ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ വേണ്ടതായിട്ടുള്ള മറ്റൊരു സവിശേഷത എന്ന് പറയുന്നതാണ് ബ്രെവിറ്റി. ബ്രെവിറ്റി എന്ന് പറഞ്ഞാൽ ചുരുക്കി കാണിക്കാനുള്ള ഒരു കഴിവിനെയാണ് ബ്രെവിറ്റി എന്ന് പറയുന്നത്. ബ്രീഫാക്കി കാണിക്കാനുള്ള കഴിവിനെയാണ് ബ്രെവിറ്റി എന്ന് പറയുന്നത്. അടുത്തത്, a dramatist then to begin with is compelled to work within a much more confined place than the novelist. അതായത് ഡ്രമാറ്റിസ്റ്റ് ആണെങ്കിൽ ചുരുങ്ങിയ സാഹചര്യങ്ങളിലാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ നോവലിസ്റ്റിന് അങ്ങനെ ഒരു ചുരുങ്ങിയ സാഹചര്യമല്ല, വളരെയധികം സ്വാതന്ത്ര്യം നോവലിസ്റ്റിന് കിട്ടുന്നുണ്ട്. Hence, the significance of Aristotle's warning to the playwright that he should not attempt to construct a tragedy upon an epic plan. അതായത് അരിസ്റ്റോട്ടിൽ പറഞ്ഞതനുസരിച്ച് ഒരു നാടകകൃത്ത് ഒരു എപ്പിക് പ്ലാനിൽ, അതായത് ഒരു വലിയ ഒരു കൺസ്ട്രക്റ്റഡ് ട്രാജഡി അപ്പോൺ ആൻ എപ്പിക് പ്ലാൻ, അതായത് ഒരു ദുരന്ത നാടകം വലിച്ചു നീട്ടി കൊണ്ടുവരികയാണെങ്കിൽ ആ നാടകം സക്സസ്ഫുൾ ആകാൻ സാധ്യതയില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ ആസ്വാദകരെ അതായത് കാണികളെ ബോറടിപ്പിക്കുന്ന രീതിയിലാകരുത് ഒരു നാടകത്തിൻ്റെ നിർമ്മാണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നോവലിലാണെങ്കിൽ വായനക്കാരൻ ചരിത്രം മനസ്സിലാക്കിയിട്ട് ചരിത്ര നോവൽ മനസ്സിലാക്കണം. ഡ്രാമയിലാണെങ്കിൽ സ്റ്റേജ് സെറ്റിംഗ് ഉപയോഗിച്ച് തന്നെ കാണികളെ ചരിത്ര പശ്ചാത്തലം ഡ്രമാറ്റിസ്റ്റ് മനസ്സിലാക്കി കാണിക്കുന്നു. അതായത് അതായത് നാടകങ്ങൾ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട നാടകങ്ങളിലാണെങ്കിൽ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ തന്നെ കാണികൾക്ക് ഏത് കാലഘട്ടമാണെന്നും എന്താണ് പശ്ചാത്തലമെന്നും ആ ഒരു സെറ്റിങ്ങിലൂടെ മനസ്സിലാവും. എന്നാൽ നോവലിലാണെങ്കിൽ വായനക്കാരൻ നേരത്തെ തന്നെ ആ ഒരു ചരിത്രത്തെ പറ്റി ഒരു രൂപം വായനക്കാരൻ്റെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. While the dramatist is of course confined to a single way of telling his story by representation combined with narrative out into the months of his characters, the novelist has his choice among three methods: the direct, the epic, the autobiographical, direct or epic, the autobiographical and the documentary. അതായത് ഡ്രമാറ്റിസ്റ്റിന് സ്റ്റേജും അഭിനേതാക്കളും മറ്റുമായി മാസങ്ങൾ നീണ്ട ഒരു പരിശീലനത്തിന് ഒടുവിലാണ് ഒരു തരത്തിൽ മാത്രം ചിത്രീകരിക്കാവുന്ന രീതിയിൽ നാടകം അവതരിപ്പിക്കുന്നത്. എന്നാൽ നോവലിസ്റ്റിനാണെങ്കിൽ നോവല് പറഞ്ഞ് ഫലിപ്പിക്കാൻ 3 മെത്തേഡുകളുണ്ട്. അതായത് നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് അല്ലെങ്കിൽ എപ്പിക് മെത്തേഡ്, രണ്ടാമത്തേത് ഓട്ടോബയോഗ്രഫിക്കൽ, മൂന്നാമത്തേത് ഡോക്യുമെൻ്ററി. ഡയറക്റ്റ് ഓർ എപ്പിക് മെത്തേഡ് എന്ന് പറയുന്നത് നോവലിസ്റ്റ് ഒരു സംഭവങ്ങളെ ഒരു സാക്ഷിയായിട്ട് മാറി നിന്ന് പറഞ്ഞു പോകുന്നതാണ് എപ്പിക് മെത്തേഡ് അല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ്. ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ ആത്മകഥാ രൂപത്തിലുള്ളതാണ് ഓട്ടോബയോഗ്രഫിക്കൽ. ഡോക്യുമെൻ്ററി എന്ന് പറയുമ്പോൾ വസ്തുതാപരമായിട്ട് പറഞ്ഞു പോകുന്നതാണ് ഡോക്യുമെൻ്ററി മെത്തേഡ്. അടുത്ത പോയിന്റ്, ഗ്രേറ്റ് however are the structural differences between drama and novel in the management of plot. They are even greater in the exposition of character. അതായത് ഡ്രാമയും നോവലും തമ്മിൽ സ്ട്രക്ചറൽ ഡിഫറൻസ് വളരെ കൂടുതലാണ്. The one advantage which prose fiction possesses in comparison with the drama is that the author himself may from time to time appear in the
capacity of expositor and critic, and when he avails himself in this of this privilege, he may justly maintain that he is writing a novel and not by those of the drama that he is bound. ഇതിൻ്റെ ഒരു ചുരുങ്ങിയ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, നോവലിസ്റ്റിന് ഡ്രാമയ്ക്ക് മേലുള്ള ഒരു ഗുണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ, ചിലപ്പോഴൊക്കെ നോവലിസ്റ്റ് നോവലിൻ്റെ ഉള്ളിൽ ഒരു വിമർശകനായിട്ടും അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരാളായിട്ടും, എക്സ്പോസിറ്റർ, കാര്യങ്ങൾ എന്താണെന്ന് എക്സ്പോസ് ചെയ്യുന്ന ഒരാളായിട്ടും പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ ഈ ഒരു രീതി ഡ്രമാറ്റിസ്റ്റിന് ഒട്ടും ചെയ്യാൻ പറ്റുന്നതല്ല. അടുത്തത്, further comparison of these cognate forms of art suggests another important point. The immense scope of the novel, its freedom of movement and its indifference to considerations of time and place, combined with the advantage just mentioned to give it a special power of dealing with character in the making. അതായത് നോവലിൻ്റെ സാധ്യതകളെന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്, എന്നാൽ ഡ്രാമയുടെ സാധ്യതകൾ വളരെ കുറവാണ്. As in the handling of the plot, so again in characterization, a first condition of dramatic art is in defiance of an over long novel. It is sometimes urged that the exposition of motive, the full portrayal of character, demand and justify prolixity. അതായത് നോവലിൽ പലപ്പോഴും വളരെ ലോങ് നോവലായിട്ട് പോകും. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അതിനകത്ത് പലപ്പോഴും ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമ്പോഴും മോട്ടീവ്, ലക്ഷ്യങ്ങളെ എക്സ്പോസ് ചെയ്യുമ്പോഴും ഒക്കെ നോവൽ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ the dramatist has to deal with motive and character within the narrowly circumscribed area of a comparatively few scenes, in which at the same time he has to be more or less concerned with the progress of the story. അതായത് നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് പല രീതിയിൽ പറഞ്ഞു വരുന്നത്. ഡ്രമാറ്റിസ്റ്റിന് ചുരുങ്ങിയ സാധ്യതകളിൽ നിന്നുകൊണ്ട് വേണം തൻ്റെ കലാസൃഷ്ടി നടത്താൻ. More even than in the novel, every word of dialogue must be told. Each feature must be elaborated in strict relevancy to the whole, and all mere supererogatory talk must be avoided. അതായത് കാണികളെ ബോറടിപ്പിക്കുന്ന തരത്തിലുള്ള എക്സ്ട്രാ കാര്യങ്ങളൊക്കെയും ഡ്രാമയിൽ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. Dramatic dialogue is an essential adjunct to action, or even an integral part of it, the story moving beneath the talk and being stage by stage elucidated to it. അതായത് ഡ്രാമയിൽ ഡയലോഗിന് വളരെയധികം പ്രാധാന്യമുണ്ട്. We may regard dramatic dialogue as a means of characterization under two heads, taking first the utterance of a given person in his conversation with others, and then the remarks made about him by other persons in the play. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, അതായത് ഡയലോഗിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയലോഗ് ഏതൊക്കെ തരത്തിലായിരിക്കും? മെയിൻ ക്യാരക്ടർ പറയുന്ന തരത്തിൽ, അല്ലെങ്കിൽ മറ്റുള്ള ക്യാരക്ടേഴ്സ് മെയിൻ ക്യാരക്ടറിനെ പറ്റി പറയുന്ന രീതിയിൽ ഒക്കെ ഉള്ള പലതരത്തിലുള്ള സംഭാഷണങ്ങൾ ഡ്രാമയിനകത്ത് വരും. ഇതൊക്കെ തന്നെയും ഡ്രാമയെ പറ്റി കഥ മനസ്സിലാക്കാനായിട്ട് കാണികളെ വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ ഡയലോഗുകൾ. അടുത്തത്, a certain character in a play seems to stand a little apart from the rest and to speak as it were with somewhat greater authority. അതായത് ചില നാടകങ്ങളിൽ നമുക്ക് ഒരു കഥാപാത്രം മറ്റ് കഥാപാത്രങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇത്തിരി അധികാരത്തോടുകൂടി സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. Such a character is sometimes described as the chorus of the drama in which he appears. അതായത് ആ ഒരു ക്യാരക്ടറിനെയാണ് ആ ഡ്രാമയിലെ കോറസ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ബിക്കോസ്
To a limited extent, he fulfills the interpretative function of the chorus in Greek tragedy. അതായത് പഴയ ഗ്രീക്ക് ട്രാജഡികളിൽ കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ കാണികളെ മനസ്സിലാക്കി കൊടുക്കാൻ കോറസിനെ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കോറസ് ചെയ്യേണ്ട ഒരു ഫങ്ഷനാണ് ഈ ഒരു ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഡയലോഗ്, സോളിലോക്കി ആൻഡ് എസൈഡ് are the dramatist substitute for direct analysis and commentary of the novel. അതായത് നോവലിൽ കമൻട്രി ഉണ്ടല്ലോ, അപ്പോൾ ഈ കമൻട്രി ചെയ്യുന്ന അതേ ഫങ്ഷനാണ് ഡ്രാമയ്ക്കകത്ത് 3 കാര്യങ്ങൾ, അതായത് ഡയലോഗ്, സോളിലോക്കി. ഡയലോഗ് എന്ന് പറഞ്ഞാൽ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സംഭാഷണമാണ് ഡയലോഗ്. സോളിലോക്കി എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ സ്വന്തമായിട്ട് സംസാരിക്കുന്നത്, നമ്മളതിനെ ആത്മകഥം എന്ന് പറയും. പിന്നെ ഒരു ഐറ്റം ഉണ്ട്, അതാണ് എസൈഡ്. എസൈഡ് എന്ന് പറയുന്നത് മാറി നിന്ന് ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കാണികളെ അറിയിക്കാൻ വേണ്ടി മാറി നിന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനെയാണ് എസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നോവലിലെ കമൻട്രിക്ക് തുല്യമായിട്ട് ഡ്രാമയിൽ ഉപയോഗിക്കുന്ന ടൂൾസാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇൻ എ ഗുഡ് പ്ലേ ആസ് ഇൻ എ ഗുഡ് നോവൽ പ്ലോട്ട് റിയലി റെസ്റ്റ് അപ്പോൺ ദ ക്യാരക്ടർ. അതായത് ഒരു നല്ല നാടകത്തിൽ, ഒരു നല്ല നോവലിൽ ഉള്ളതുപോലെ തന്നെ ഇതിവൃത്തം, പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതിവൃത്തം എന്നാണ് അർത്ഥം. ഇതിവൃത്തം ക്യാരക്ടറിലായിരിക്കും വേരൂന്നിയിരിക്കുന്നത്, അതായത് കഥാപാത്രത്തിൽ അധിഷ്ഠിതമായിരിക്കും ഇതിവൃത്തം. Every dramatic story arises out of some conflict, some clash of opposed individuals or passion or interest. അതായത് ഏതൊരു നോവലിലാണെങ്കിലും പ്ലേയിലാണെങ്കിലും കഥ പുരോഗമിച്ചു പോകുന്നത് ചില കോൺഫ്ലിക്റ്റുകളെ അല്ലെങ്കിൽ ചില ക്ലാഷുകളെ ബേസ് ചെയ്തിട്ടായിരിക്കും, ചില എതിർപ്പുകളെ, അതായത് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ചില ക്ലാഷുകളെ ബേസ് ചെയ്താണ് കഥ മുന്നോട്ട് പോകുന്നത്. In the most elementary and still most popular type of story, such conflict takes a purely personal form. The collision is between good and evil as embodied respectively in the hero and the villain of the piece. But it may of course assume various other shapes. അതായത് ഒരു നല്ല നാടകം അല്ലെ ഒരു നല്ല നോവൽ പോലെ തന്നെ കഥാപാത്രത്തിൽ കഥ വേരൂന്നിയായിരിക്കും നിൽക്കുന്നത്. കഥയിൽ കഥാപാത്രങ്ങൾ തമ്മിൽ ക്ലാഷ് ഉണ്ടാവുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ നല്ലതും ചീത്തയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇതിനകത്ത് 2 കലാരൂപങ്ങളിലും കാണിച്ചിരിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ത്രൂ എവ്രി പ്ലോട്ട് we may trace more or less clearly what is sometimes called the dramatic line. അതായത് ഏതൊരു ഇതിവൃത്തത്തിലാണെങ്കിലും ഒരു ഡ്രമാറ്റിക് ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. ഡ്രമാറ്റിക് ലൈൻ എന്താണെന്ന് നമുക്ക് ഇനി നോക്കാം. We have to begin with some initial incident or incidents in which conflict originates. അതായത് നിങ്ങളൊരു സിനിമയെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിലാകും, തുടങ്ങുമ്പോൾ ഏറെക്കുറെ ശാന്തമായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും തുടങ്ങുമ്പോൾ പോകുന്നത്. അത് കഴിയുമ്പോൾ ചില സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ചില കോൺഫ്ലിക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സെക്കൻഡ്ലി, ദ റൈസിങ് ആക്ഷൻ, growth or complication compromising that part of the play in which the conflict continues to increase in intensity while the outcome remains uncertain. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോയിട്ട് കോൺഫ്ലിക്റ്റുകൾ വരുമ്പോഴത്തേക്കും അത് മുകളിലോട്ട്, അതായത് ഒരു റൈസിങ് ആക്ഷൻ, അതായത് ആദ്യം നേരെ പോകുന്ന ലൈൻ പിന്നെ ഒരു മല കയറുന്ന പോലെ മേളിലേക്ക് റൈസിങ് ആക്ഷൻ വരുന്നു. അടുത്തത് എന്താണ് സംഭവിക്കുന്നത്? തേർഡ്ലി, ദ ക്ലൈമാക്സ്, ക്രൈസിസ് or turning point at which one of the contending forces obtains such controlling power that henceforth its ultimate success is assured. അതായത് റൈസിങ് ആക്ഷൻ വന്നിട്ട് ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഉണ്ടാകുന്നതാണ് ക്ലൈമാക്സ് അല്ലെങ്കിൽ ക്രൈസിസ്. ഈ ഒരു ക്രൈസിസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും കാണികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫോഴ്സ് ആയിരിക്കും ഒരു കൺട്രോളിങ് പവർ ഏറ്റെടുക്കുന്നത്. അതിനുശേഷം
ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ വരും എന്നുള്ള ഒരു ബോധ്യം കാണികൾക്ക് ഉണ്ടാവുന്നു. അത് കഴിയുമ്പോൾ സംഭവിക്കുന്നതാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന കഥ റൈസിങ് ആക്ഷനിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് ഒരു കൺട്രോളിങ് പവർ എത്തുമ്പോൾ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് വരുന്ന ഒരു സമയത്താണ് ഫോളിങ് ആക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു നേർവര, പിന്നെ ഒരു മല പോലെ, ഒരു മൗണ്ടൻ പോലെ ഒരു പോക്കാണ് ഏത് ഇതിവൃത്തത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. Fourthly, the falling action, resolution or denouement. അടുത്ത ഒരു പദമാണ് റിസൊല്യൂഷൻ. അതായത് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണ്, അതായത് ഒരു തീർപ്പിൽ എത്തുന്നതിനെയാണ് ഡെയ്നുമാങ് എന്ന് പറയുന്നത്. ഡെയ്നുമാങ് എന്ന് പറയുന്നത് ഡ്രാമയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. അതിൻ്റെ സ്പെല്ലിങ് DENOUEMENT എന്നാണ്, പക്ഷെ പ്രൊനൗൺസിയേഷൻ ഡെയ്നുമാങ് എന്നാണ്. Comprising that part of the play in which the stages in the movement or events towards this success are marked out. And fifthly, അതായത് ആ ഒരു താഴേക്ക് വന്ന ആ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന എന്താണ്, the conclusion or catastrophe. അവിടെയാണ് കൺക്ലൂഷൻ, അതായത് എല്ലാം ഒന്ന് തീർന്ന് കൺക്ലൂഡ് ആവുന്നു. കൺക്ലൂഷനെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കറ്റാസ്ട്രഫി എന്നാണ്. കറ്റാസ്ട്രഫിയുടെ വേർഡ് മീനിങ് ദുരന്തം എന്നാണെങ്കിലും ഇവിടെ അതൊരു കൺക്ലൂഷൻ, അതായത് എല്ലാം ഒത്തുതീർന്നതിന് ശേഷമുള്ള ഒരു പോക്കിനെയാണ് കറ്റാസ്ട്രഫി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻ വിച്ച് ദ കോൺഫ്ലിക്റ്റ് ഈസ് ബ്രോട്ട് ടു എ ക്ലോസ്. ലാസ്റ്റ് ആ ഒരു കൺക്ലൂഷന് ശേഷം ഈ കോൺഫ്ലിക്റ്റ്, ഈ എതിർപ്പുകളെല്ലാം ഒരു തീർപ്പിൽ വന്ന് എത്തുകയാണ്. അതായത് ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആദ്യം ശാന്തമായി കാര്യങ്ങൾ പോകുന്നു, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, പ്രശ്നം സോൾവ് ആവുന്നു, പിന്നെ കൺക്ലൂഷൻ ഉണ്ടാകുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. ഇൻ വിച്ച് ദ കോൺഫ്ലിക്റ്റ് ഈസ് ബ്രോട്ട് ടു എ ക്ലോസ്. ഇറ്റ് മസ്റ്റ് ബി റിമെമ്പേർഡ് however that in Shakespearean or other 5-act drama the mechanical divisions do not actually correspond with the natural divisions. അതായത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഷേക്സ്പീരിയൻ ഡ്രാമകളിലും 5-act പ്ലേസിലുമൊന്നും ഈ മെക്കാനിക്കൽ ഡിവിഷൻസ് നാച്ചുറൽ ഡിവിഷൻസുമായിട്ട് ഒത്തുപോകുന്നതായിരിക്കില്ല. അപ്പോൾ the plot of a play may be symbolized in a pyramidal structure. അപ്പോൾ ഈ ഒരു പ്ലോട്ട്, അതായത് കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു പിരമിഡൽ സ്ട്രക്ചറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഡ്രമാറ്റിക് ലൈൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ, പിന്നെ ഒരു പിരമിഡ്. ഇതാണ് ഡ്രമാറ്റിക് ലൈൻ. ഇവിടെ നമ്മൾ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഡയഗ്രാം കാണാൻ പറ്റുന്നതാണ്. In this diagram, A stands for exposition. അതായത് ഈ ലൈൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ പോയിന്റ് A ആണ്, അത് കാണിക്കുന്നത് എക്സ്പോസിഷൻ ആണ്. എക്സ്പോസിഷൻ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ തുറന്നു കാട്ടുന്ന ഒരു ഘട്ടമാണ് എക്സ്പോസിഷൻ. അടുത്തത് ബി എന്ന് പറയുമ്പോൾ ആ മലയുടെ ഒരു സ്റ്റാർട്ടിങ്ങിന് തുടക്കത്തിന് താഴെ കാണുന്ന പോയിന്റാണ് ബി. അത് കാണിക്കുന്ന ഇനിഷ്യൽ ഇൻസിഡൻറ്റിനെയാണ്, പ്രശ്നങ്ങളുടെ തുടക്കം. അത് കഴിഞ്ഞ് സി കാണിക്കുന്നത് ഗ്രോത്ത് ഓഫ് ആക്ഷൻ ടു ഇറ്റ്സ് ക്രൈസിസ്. ഈ സി വരുന്നത് ഈ മലയുടെ ചരിവിലായിട്ടാണ്, അത് ആക്ഷൻ്റെ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഡി ഫോർ ദ ക്രൈസിസ് ഓർ ടേണിംഗ് പോയിന്റ്. മലയുടെ മുകളിൽ ആ ടിപ്പിൽ വരുന്നതാണ് ടേണിംഗ് പോയിന്റ്, ക്രൈസിസ്. ആ ഒരു ടിപ്പിൽ വന്നിട്ട് പിന്നെ അത് താഴേക്കാണ് പോകുന്നത്. ഇ ഫോർ റിസൊല്യൂഷൻ. ഇ വരുന്നത് ആ മല ഇങ്ങനെ വന്നിട്ട് പിന്നെ തിരിച്ചു ഇറങ്ങുന്ന ആ ഒരു ചരിവിൻ്റെ നടുവിലായിട്ടാണ് ഇ വരുന്നത്. ഇ കാണിക്കുന്നത് റിസൊല്യൂഷൻ, അതായത് എല്ലാം ഒന്ന് സോൾവ് ചെയ്ത് വരുന്ന റിസൊല്യൂഷൻ അല്ലെങ്കിൽ ഡെയ്നുമാങ്. അത് കഴിഞ്ഞ് എഫ് വരുന്നത് ഈ മല ഇറങ്ങി അതിൻ്റെ താഴത്തെ എൻഡിലാണ് എഫ് വരുന്നത്. എഫ് കറ്റാസ്ട്രഫിയാണ് ഇവിടെ അത് ഉദ്ദേശിക്കുന്നത്. ഒരു ദുരന്തത്തിനോടൊപ്പം തന്നെ വരുന്ന കൺക്ലൂഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. It is usual to distinguish between the two chief kinds of drama, the comedy and tragedy, by reference to the nature of the catastrophe. അതായത് ഇവിടെ രണ്ട് തരത്തിലുള്ള ഡ്രാമയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് കോമഡിയും ട്രാജഡിയുമാണ്. അത് കറ്റാസ്ട്രഫിയെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡ്രാമ കോമഡിയാണോ
ട്രാജഡി ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ കൺക്ലൂഷനെ ബേസ് ചെയ്തിട്ടാണ് കോമഡി ആണോ ട്രാജഡി ആണോ എന്ന് മനസ്സിലാക്കുന്നത്. അതായത് the one having a happy, the other an unhappy ending. എല്ലാവർക്കും അറിയാവുന്നതാണ്, കോമഡി എന്ന് പറയുമ്പോൾ ഹാപ്പി എൻഡിങ്ങും ട്രാജഡി എന്ന് പറയുമ്പോൾ അൺഹാപ്പി എൻഡിങ്ങുമാണ്. There are many plays, however, in which, as in the tragic comedy of our older stage and in modern melodramas, the interest of the plot is largely tragic. അതായത് പലതരത്തിലുള്ള ഡ്രാമകൾ ഉള്ളതാണ് പഴയ കാലത്തുള്ള ട്രാജിക് കോമഡിയിലും പുതിയ കാലത്തുള്ള മെലോ ഡ്രാമയിലും. ട്രാജിക് കോമഡി എന്ന് പറഞ്ഞാൽ സന്തോഷവും ദുഃഖവും ഒരുപോലെ മിക്സ് ചെയ്ത് വരുന്ന നാടകമാണ് ട്രാജിക് കോമഡി. മെലോ ഡ്രാമ എന്ന് പറയുന്ന അതിഭാവുകത്വം നിറഞ്ഞ ഡ്രാമയാണ് മെലോ ഡ്രാമ. ഇതിൽ രണ്ടിലും ട്രാജഡിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അടുത്തത് though the fate smiles on most of the good characters. എന്നാൽ ഈ രണ്ട് തരത്തിലുള്ള ഡ്രാമയിലും, അതായത് ട്രാജിക് കോമഡിയിലും മെലോ ഡ്രാമയിലും നല്ല കഥാപാത്രങ്ങൾക്ക് മേൽ ഫെയ്റ്റ് സ്മൈൽ ചെയ്യും, അതായത് വിധി പുഞ്ചിരിക്കും. അതായത് നല്ല കഥാപാത്രങ്ങളെ ഉയർത്തി കാണിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഒരു കൺക്ലൂഷൻ വരുന്നത്. അടുത്ത പോയിന്റ്, the principles of parallelism and contrast are elements in the composition of a plot. പാരലലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ഐഡിയാസ് അല്ലെങ്കിൽ രണ്ട് ആർഗ്യുമെൻസിനെ ബാലൻസ് ചെയ്ത് കാണിക്കുന്നതാണ് പാരലലിസം. കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് എതിരായിട്ടുള്ള രണ്ട് ഐഡിയാസിനെ കാണിക്കുന്നതാണ് കോൺട്രാസ്റ്റ്. ഇത് രണ്ടും തന്നെ ഒരു പ്ലോട്ടിൻ്റെ കോമ്പോസിഷനിൽ വരുന്നതാണ്. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതിവൃത്തം. It is customary for the historian and critic to distinguish sharply between two antithetical types of drama, the classic and the romantic. അതായത് ഒരു ചരിത്രകാരനോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കിനോ ഒരു വിമർശകനോ അല്ലെങ്കിൽ ഒരു നിരൂപകനോ രണ്ട് തരത്തിലുള്ള ഡ്രാമയെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതായത് ഏത് തരത്തിലുള്ള രണ്ട് ഡ്രാമ? ക്ലാസിക്കൽ ഡ്രാമകളും റൊമാൻറ്റിക് ഡ്രാമകളും. ക്ലാസിക്കൽ ഡ്രാമയുടെ മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ മഹാസാഹിത്യം എന്നാണ് അർത്ഥം. പിന്നെ റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറഞ്ഞാൽ കാൽപ്പനിക നാടകം എന്നാണ് അർത്ഥം. ദിസ് ബ്രോഡ് ഡിവിഷൻ ഈസ് ഹൗഎവർ ഇൻസഫിഷ്യൻറ്റ്. എന്നാൽ ഈ ഒരു ഡിവിഷൻ തന്നെയും ഇൻസഫിഷ്യൻ്റ് ആണ്, അതായത് അത്ര കറക്റ്റായിട്ടുള്ളതല്ല. The classic type must be subdivided into ancient or true classic and neoclassic or pseudo-classic, while a separate place must be made for the drama of our time. അതായത് ഈ ക്ലാസിക്കിൻ്റെ അടിയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള സബ് ഡിവിഷൻ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏതൊക്കെ തരമാണതൊക്കെ? ഏൻഷ്യൻറ്റ് ക്ലാസിക്, അതായത് പുരാതന കാലത്തുള്ള മഹാസാഹിത്യം, അതായത് ട്രൂ ക്ലാസിക്, അതാണ് ശരിയായിട്ടുള്ള ക്ലാസിക്കൽ ഡ്രാമാസ്. പിന്നെ നിയോ ക്ലാസിക്കൽ ഡ്രാമകൾ, അതായത് പുതിയ പുനരുദ്ധാരണം കഴിഞ്ഞ പുതിയ മഹാസാഹിത്യം. പിന്നെ സ്യൂഡോ ക്ലാസിക്, അതായത് കപട മഹാസാഹിത്യ നാടകം. വൈൽ എ സെപ്പറേറ്റ് പ്ലേസ് മസ്റ്റ് ബി മെയ്ഡ് ഫോർ ദ ഡ്രാമ ഓഫ് അവർ ടൈം. എന്നാൽ നമ്മുടെ കാലഘട്ടത്തിലുള്ള ഡ്രാമയെ ഒരു പ്രത്യേക ഹെഡിൻ്റെ അടിയിൽ തന്നെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. The two great types of modern drama are the neoclassics and the romantic. എന്നാൽ ആധുനിക നാടകത്തെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഡിവിഷനാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നിയോ ക്ലാസിക്കലും രണ്ടാമത്തേത് റൊമാൻറ്റിക്കും. നിയോ ക്ലാസിക്കൽ ഡ്രാമ എന്ന് പറയുന്നത് കാലഘട്ടത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നിയോ ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ 1660 മുതൽ 1798 വരെയുള്ള കാലഘട്ടത്തിനെയാണ് നിയോ ക്ലാസിക്കൽ കാലഘട്ടം എന്ന് പറയുന്നത്. അതായത് 17th സെഞ്ച്വറി മുതൽ 18th സെഞ്ച്വറി വരെയുള്ള സമയമാണ് നിയോ ക്ലാസിക്കൽ സമയം. പിന്നെ റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയുന്നത് കാൽപ്പനിക നാടകങ്ങളെയാണ്. The latter is represented for us chiefly by the works of our Elizabethan and Stuart playwrights. അതായത്
ലാറ്റർ എന്ന് പറയുമ്പോൾ രണ്ടാമത് പറഞ്ഞത് ഏതാണ്? കാൽപ്പനിക നാടകങ്ങൾ അല്ലെങ്കിൽ റൊമാൻറ്റിക് നാടകങ്ങൾ. ഈ റൊമാൻറ്റിക് നാടകങ്ങൾ ഏത് കാലഘട്ടത്തിലുള്ളതാണ്? എലിസബത്തൻ ടൈമിലും സ്റ്റുവാർട്ട് പ്ലേ റൈറ്റ്സിൻ്റെ ടൈമിലും ഉള്ളതാണ് ഈ ഒരു റൊമാൻറ്റിക് ഡ്രാമ എന്ന് പറയുന്നത്. സ്റ്റുവാർട്ട് ടൈം എന്ന് പറയുന്നത് 1603 മുതൽ 1714 വരെയുള്ള കാലഘട്ടത്തിലാണ് സ്റ്റുവാർട്ട് പീരീഡ് എന്ന് പറയുന്നത്. സ്റ്റുവാർട്ട് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ സ്കോട്ടിഷ് ഭരണാധികാരികൾ ഭരിച്ചിരുന്ന സമയത്തിനെയാണ് സ്റ്റുവാർട്ട് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്നത് ഷേക്സ്പിയർ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് എലിസബത്തൻ പീരീഡ്. അത് ഷേക്സ്പിയറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1603 മുതൽ 17th സെഞ്ച്വറിയാണ് എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്നത്, ഷേക്സ്പിയറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്തുള്ളതാണ് എലിസബത്തനും സ്റ്റുവാർട്ട് നാടകങ്ങളും. അപ്പോൾ അടുത്ത ഭാഗം നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന പോയിൻറ്റ്സ് ജസ്റ്റ് കേട്ട് കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ യൂണിറ്റിൻ്റെ, അതായത് ഈ യൂണിറ്റ് ഫിക്ഷൻ ആൻഡ് ഡ്രാമ എന്ന് പറയുന്ന ഈ യൂണിറ്റിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രധാനപ്പെട്ട എസ്സേയ്സ് PDF ആയിട്ട് പ്രിപ്പയർ ചെയ്ത് PDF ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ആ എസ്സേയ്സിനകത്ത് വായിച്ചു നോക്കുമ്പോൾ അത് കാര്യം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. പിന്നെ ഇതിൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ നോട്ട്സ് കയ്യിൽ കിട്ടുമ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ അത് ഈ ഒരു വീഡിയോയും കൂടി ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതായിരിക്കും. താങ്ക് യു.